മുരളി ഗോപി എഴുതി ടിയാൻ സിനിമയിലൊക്കെ ഡയറക്ടറായിട്ടുള്ള GS കൃഷ്ണകുമാർ സംവിധാനം ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമയാണ് അനന്തങ്കാട്. ഈ സിനിമ നമ്മൾ ട്രിവാൻഡ്രം പശ്ചാത്തലമായിട്ട് ട്രിവാൻഡ്രത്തിലെ ഗാങ്സ്റ്റേഴ്സിൻ്റെ കഥ പറയുന്ന, ലോക്കൽ ഗാങ്സ്റ്റേഴ്സിൻ്റെ കഥ പറയുന്ന 146ാമത്തെ ചിത്രമാണെന്ന് തോന്നുന്നു, അങ്ങനെ വന്നിട്ടുള്ള സിനിമയാണ്. പക്ഷേ ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് ഇതിൽ വ്യത്യാസപ്പെടുത്തി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്, സാധാരണ സിനിമയിൽ ഈ പക, കുടിപ്പക, റിവഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് വെട്ടിയും കുത്തി തീരുന്ന ഒരു പരിപാടിയാണ് മിക്ക സിനിമകളിലും വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ സിസ്റ്റം ഇവരെ സാധാരണക്കാരായിട്ടുള്ള അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെങ്ങനെ വേണമെങ്കിലും പാവക്കൂത്ത് കളിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പടം കാണുമ്പോൾ നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ സിനിമകൾ കാണുമ്പോഴത്തെ സീനുകളൊക്കെ അവിടെ ആയിട്ട് അതുപോലത്തെ ഒരു പടം കാണുന്ന പോലത്തെ വൻ പരിപാടിയാണ് കാണുന്ന പോലത്തെ ഒരു ഫീല് ഇടയ്ക്കിടയ്ക്ക് സിനിമ തന്നിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഒരു ഭയങ്കര കല്ലുടിയായിട്ട് തോന്നിയത്, ഈ സിനിമയിൽ ആദ്യത്തെ 5 മിനിറ്റ് സാഗർ സൂര്യയെ ഗോവയിൽ വെച്ചിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ സീന് അവിടെ കുറേ പേരുകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം പടം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇത് ഭയങ്കര പ്രെഡിക്റ്റബിളായി പോകുന്നു. ഇത് ഓൾറെഡി ഇവർ റിവീൽ ചെയ്തുകൊണ്ട് ഇവർ വേറൊരു രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ നമുക്ക് സിനിമ കാണുമ്പം അങ്ങോട്ട് ഇത് എന്തായി തീരും എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവണമല്ലോ. അത് അപ്പാടെ നശിപ്പിച്ച് കളഞ്ഞ ഒരു ആദ്യത്തെ 5 മിനിറ്റായിരുന്നു ഇത്. എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു സാധനം തുടക്കത്തിൽ കുറച്ച് പേരുകൾ പറയുന്ന സാധനം കട്ട് ചെയ്ത് കളയുക, ബാക്കി ആൾക്കാരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ സെക്കൻഡ് ഹാഫ് മൊത്തം പ്രഡിക്റ്റബിളായി അങ്ങ് പോകും. അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകണവർ ഒരു ഗോവയിൽ വെച്ചിട്ടുള്ള ഒരു 2-3 മിനിറ്റ് ഒരു സീനുണ്ട്, അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ശ്രീലങ്കയുടെ സീൻ തുടങ്ങി പടം കാണുക, ഒന്നും സംഭവിക്കത്തില്ല. ഈ പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പലയിടത്തും ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ ഷോർട്ട് ഡിവിഷനൊക്കെ ഗംഭീരമാണ്. സിനിമോട്ടോഗ്രഫി, അതുപോലെ അജിനേഷ് ലോകനാഥിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നിസ്സംശയം പറയും ഇപ്പോഴുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാം. പലയിടത്തും പടത്തിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ. വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ ജ്ഞാനപ്പാനയുടെ ഒരു സാധനമുണ്ട്, ഗംഭീര സാധനം. തിയേറ്റർ കാണാൻ ഭയങ്കര രസമായിരുന്നു. അത് ആ സിറ്റുവേഷനായിട്ട് ബ്ലെൻഡായി തീരുന്ന രീതിയിൽ അത് കോമ്പോസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ മുരളി ഗോപിയുടെ ഒരുപാട് റൈറ്റിങ്ങിൽ ഒരുപാട് കിടിലൻ ഡയലോഗുകൾ സിനിമയുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പോകുമ്പം ഫൈറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും കുറച്ച് ഡ്രാഗ് ആയതുപോലെ ഫീൽ ചെയ്തിരുന്നാലും ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് ആസ്വദിച്ച് ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഗാങ്സ്റ്റർ പടം കണ്ട ഫീല് ഉണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും. പക്ഷേ ഇത് കുറച്ചുകൂടി തന്നാക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം പല സീനുകളും പല പടങ്ങളിലും കണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ തുടക്കം തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവസാനം എത്തുമ്പോഴേക്കും ഒരു ഇതില്ല, ഒരു ഗുമ്മ് വന്നില്ല. മാത്രമല്ല ഫൈറ്റ് സീൻസ് വരുമ്പം കുറച്ചുകൂടി റോ ഒക്കെ ആയിരുന്നു. ഇത് 18+ പടമാണ്, വെട്ടും കുത്തും പരിപാടി എല്ലാം ഉണ്ട്, ചോരച്ചാലൊക്കെ ഉണ്ട്. പക്ഷേ ഫൈറ്റ് വരുമ്പോഴേക്കും ദേഹാനങ്ങളുള്ളൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ക്യാമറ വെച്ചിട്ടുള്ള കട്ട് പരിപാടി, റോ സാധനം, ഫൈറ്റിലുള്ള ഒരു പഞ്ച് കിട്ടിയിട്ടില്ല. എന്നാൽ ഇഷ്ടം പോലെ ഫൈറ്റ് ഉണ്ട് താനും. ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സ്ഥലം എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ സമയത്ത് ഒരു ഭരത്തിന് വെച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്. ഇപ്പം ഡയറക്ടർക്ക് അറിയാം ഈ പാട്ട് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ ഇട്ട് കാണാൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. ഇപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ഡ്രാഗ് ആവും എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ബോധ്യമുള്ളതുകൊണ്ട് അത് കുറച്ച് സമയം കാണിച്ചോളൂ. അത് നല്ല രീതിയിൽ കൺട്രോൾഡായിട്ട് ഗംഭീരമായിട്ട് പോയ സാധനം ഈ രണ്ടാം പകുതി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് ഒരു ഹൈ തരാതെ എന്നാൽ ഇമോഷണൽ സാധനങ്ങൾ പടത്തിലുണ്ട്. കുറേ ഡയലോഗുകൾ വന്നിട്ടുണ്ട്. തെക്കനെയും മൂർഖനെയും കണ്ടു കഴിഞ്ഞാൽ തെക്കൻ ആദ്യം തല്ലിക്കൊല്ലണമെന്ന് പറയുന്ന ഒരു സാധനത്തിന് അത് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു കിടിലൻ മറുപടിയുണ്ട്. അത് ഒരു ഗൂസ് ബംസ് എന്ന സാധനമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ തമിഴ്നാട്ടിൽ ഈ പടം ഇറക്കണമല്ലോ, ആര്യയല്ലേ നായകൻ. അതുകൊണ്ട് ആര്യ നായകൻ എന്ന പേരനേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആര്യയ്ക്ക് മാസ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള കുറേ സീനുകൾ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓടണമുള്ളത് തമിഴൻ സാധനം ഇടയ്ക്കിടയ്ക്ക് കയറ്റി വെച്ചത് നല്ല ക്രിഞ്ച് പരിപാടിയായിരുന്നു. അതുപോലെ 1-2 ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ കുറേ നല്ല സീനുകളുണ്ട്. എനിക്ക് അങ്ങനെ ലാഗ്, ബോറടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടിരുന്നു ചില സീനുകളൊക്കെ അത് ഹുക്കായി. പിന്നെ എമ്പുര ഇറങ്ങിയ സമയത്ത് ലാലേട്ടൻ വന്ന് ഖേദം പ്രകടിപ്പിച്ചു. അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തു, ആൻ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും മുരളി ഗോപി മാത്രം ഇതൊന്നും ചെയ്തില്ല, ഷെയർ ചെയ്തില്ല. അപ്പോൾ മുരളി ഗോപിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പം മുരളി ഗോപി അതിൻ്റെ പശ്ചാത്തലം പോലെ ഇതിനകത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സീൻ ചെയ്തു വെച്ചോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അല്ലാതെ പടത്തിന് ഒരു കണക്ഷനും ഇല്ല ആ ഒരു സീനിന്. അപ്പോൾ മുരളി ഗോപിക്ക് അത് പറയണം, ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത് പറയണം. അതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ച സീനുണ്ട്. പക്ഷേ ആ സീൻ രസമായിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ. അങ്ങനെയൊക്കെ പോയി ഈ പടം അങ്ങനെ തീർന്നു എന്ന് പറയാനേ ഉള്ളൂ. മേക്കിംഗ് ഒക്കെ കിട്ടുവാണ്. ഒരു വലിയ പടം, വലിയ ക്യാൻവാസിലാണ്. ട്രിവാൻഡ്രത്ത് ഒതുങ്ങിയിരിക്കണമെന്നല്ല, ശ്രീലങ്ക, തമിഴ്നാട് ഒരുപാട് ഏരിയയിൽ ചിലതൊക്കെ ചുമ്മാ ചെറിയ ഫ്രെയിം കുറച്ച് നേരം കാണിക്കുള്ളൂ. പക്ഷേ അതിനുവേണ്ടി അവർ എഫേർട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. മൊത്തം പരിപാടിയൊന്നുമില്ല, ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എടുത്തതാണ്.
വൻ പരിപാടികൾ സിനിമയിലുണ്ട്. CG ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ ക്യാൻവാസ് സിനിമ, ഒരു പാൻ ഇന്ത്യൻ വലിയ പടം കാണുന്ന പോലത്തെ ഫീല് അവിടെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞില്ലേ സിനിമയുടെ നരേഷനും ഒന്ന് 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 കുറച്ചുകൂടി നോൺ ലീനിയർ ആക്കിയൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഇത് കിടില സാധനം. കാരണം കഥ ഇതൊക്കെ മതി എന്നുള്ള ഒരു പരിപാടി ഉണ്ട്, ഇതൊക്കെ മതി. പക്ഷെ അത് കുറച്ചുകൂടി നന്നായിട്ട് പോകാമായിരുന്നെന്ന് എനിക്ക് തോന്നി. എന്നിരുന്നാലും ഒരു മോശം സിനിമയൊന്നുമല്ല. എനിക്ക് തിയേറ്ററിൽ കണ്ട് എനിക്ക് വർത്തായിട്ട് തോന്നിയ ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ആനന്ദങ്കാട്. പിന്നെ രോഹിത് VS വാര്യത്തിൻ്റെ എഡിറ്റിംഗ് എടുത്ത് പറയണം. കുറേ കട്ട്സ്, കുറേ സാധനം, ഈ പ്രശാന്ത് നീൽ പടപട അടിച്ച് പോണ പോലത്തെ പരിപാടി ഒക്കെ കുറേ ഇതിനകത്തുണ്ടായിരുന്നു. രഞ്ജിത്ത് കോത്തയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ അടിപൊളി വർക്ക്, വിഷ്ണു പീസിൻ്റെ സൗണ്ട് മിക്സിങ്, അതുപോലെ സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി നല്ലതായിരുന്നു. കാസ്റ്റ് പറയുമ്പം ആര്യയുണ്ട്. ആര്യ ഹീറോയിസം കാണിക്കാൻ വേണ്ടി കുറച്ച് സീനുകളല്ലാതെ മുഴുനീളം ആര്യ സിനിമയൊന്നുമില്ല. മുരളി ഗോപി തങ്കഞ്ചേട്ടൻ മറ്റേ തങ്കഞ്ചേട്ടന് ശേഷം വേറെ തങ്കഞ്ചേട്ടൻ വന്നിട്ടുണ്ട്. നൈസായിരുന്നു മുരളി ഗോപി. ഇന്ദ്രൻസ് കിടുവായിരുന്നു. ഇന്ദ്രൻസിൻ്റെ കുറേ കിടലും ഡയലോഗുകളുണ്ട്. ഇന്ദ്രൻസിനെ കാണിച്ചപ്പോൾ തിയേറ്ററിൽ വേറെ ആർക്കും കിട്ടാത്ത കൈയടി. അദ്ദേഹം ഈ പ്രായത്തിൽ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞു എൻ്റെ ഒരു ഇതാണത്. സുനിലുണ്ട്, നല്ല ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നീല വെന്മൽ ഇതുപോലത്തെ പടത്തിൽ നായികയുടെ സ്ഥാനം എന്താണ്, അതിന് വേണ്ടിയിട്ടൊരു നായിക, അത്ര ഒട്ടും സ്ക്രീൻ ടൈമൊന്നുമില്ല. റെക്സാന കാസൻഡ്ര ഒരു ചെറിയ റോൾ ചെയ്തു പോയിട്ടുണ്ട്, മഹാനഗരത്തിലെ നായിക. പിന്നെ അജയ് ഉണ്ട്, തെലുങ്ക് നട അജയ്. അയാളെ സീനൊക്കെ കിട്ടുമായിരുന്നു. തുടക്കത്തൊക്കെ ഉണ്ടായി നമ്മൾ രാജമൗലി എടുത്ത് വെച്ചിട്ട് പടം പോലത്തെ സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു തുടക്കത്തിൽ, കുറേ സീനുകൾ. പിന്നെ ബോസ് വെങ്കട്ട്, ദേവ് മോഹൻ, സൂഫി സുജാതി നല്ല റോളുണ്ട്, അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഞ്ജലി P. നായർ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ശാന്തി ബാലചന്ദ്രന് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിറയൽ കുറച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അച്യുത് കുമാറുണ്ട്, കാന്താരയിലെ വില്ലൻ, ടിപ്പിക്കൽ അതുപോലത്തെ ഒരു റോൾ തന്നെയായിരുന്നു, നന്നായിട്ട് ചെയ്ത് പോയിട്ടുണ്ട്. വിജയരാഘവനുണ്ട്, സാഗർ സൂര്യ കുറച്ചേ ഉള്ളൂ, നന്നായിരുന്നു. അപ്പാനി ശരത്ത് സംസാരിക്കുന്നത് ലോക്കൽ ട്രിവാൻഡ്രം സ്ലാങ് തന്നെയാണ്, അല്ലാതെ തന്നെ ബിഗ് ബോസിലൊക്കെ നമ്മൾ സംസാരിച്ചത്. ഇനി പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട, അത് പലയിടത്തും ഒരു ചിലപ്പോൾ ഓവറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ്. ഇമോഷൻ സൈഡൊക്കെ കളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാബു മോനുണ്ട്, കിടുവായിരുന്നു. കലാരഞ്ജിനി ഒരു ചെറിയ സീനുണ്ടായിരുന്നു കേട്ടോ. രഞ്ജിനി വരുമ്പോൾ നമ്മളെ മോഹിനിയാട്ടത്തിലെ ചേച്ചി ഒന്നിക്കും പോലത്തെ ഫീലാണ്. അത് ഡയലോഗ് ഏകദേശം അതുപോലത്തെ സാധനങ്ങളായിരുന്നു. അവൾ അത്യാവശ്യം ചിരി ഉണ്ടാക്കി തിയേറ്ററിൽ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് പോയി കാണാം. ഒരു വൻ പരിപാടി, ഒരു വൻ ഗ്യാങ്സ്റ്റർ പടം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനകത്തുണ്ട്. എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോയത്. അവസാനം പിന്നെ ഓൾറെഡി ഇതിൽ കാര്യം അറിയാം ഇതിങ്ങനെ ആവുമെങ്കിലും അതിനെ എക്സൈറ്റഡ് ആയിട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടെ ശ്രമം അത്രയും കൂടി വർക്കായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് ഈ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം. ആനന്ദങ്കാട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.